അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്ന് കുറച്ച് മുമ്പ് കേൾക്കാൻ കഴിഞ്ഞത്. ഒരു ഉമ്മ പെറ്റ 2 മക്കൾ. ആ ഉമ്മയുടെ മൂത്ത മകനായ ജുനൈദ് അനിയനായ അമീറിനെ ക്രൂരമായിട്ട് കുത്തിക്കൊലപ്പെടുത്തി എന്നൊരു വാർത്ത. സ്വന്തം അനിയനെ. ഇവർ തമ്മിലുള്ള ഏജ് ഡിഫറൻറ്റ് 2 വയസ്സാണ്. മരണപ്പെട്ട അമീറിൻ്റെ പ്രായം 26 ആണെങ്കിൽ കൊല ചെയ്ത ജുനൈദിൻ്റെ പ്രായം 28. ഈ ജുനൈദ് വിവാഹിതനാണ്. അവൻ്റെ ഭാര്യയും കുട്ടിയും അവരുടെ വീട്ടിലേക്ക് പോയ ആ ഒരു സാഹചര്യം നോക്കിയിട്ട് വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടത്രേ ഇവർ തമ്മിൽ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയോ? സ്വത്തിൻ്റെ പേരിൽ. സ്വത്തെന്ന് പറയുമ്പോൾ കടബാധ്യത. ആധാരം ബാങ്കിലായിട്ട് ജപ്തിയുടെ വഴിയിൽ നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം. ഇന്നലെയും തർക്കമുണ്ടായിരുന്നു എന്നറിഞ്ഞു. അതിൻ്റെ ബാക്കി എന്നോണം ഇന്ന് രാവിലെ ഉറങ്ങിക്കിടക്കുന്ന അമീറിനെ ജുനൈദ് വിളിച്ചുണർത്തുകയാണ്. എന്നിട്ട് ഇവർ തമ്മിൽ തർക്കം. ആ തർക്കം മൂർച്ഛിച്ചു. അവസാനം നിയന്ത്രണം വിട്ടിട്ട് ജുനൈദ് അമീറിൻ്റെ കഴുത്തിന് കുത്തിയത്രേ. കഴുത്തിന് കുത്തിയപ്പോൾ ബ്ലഡ് ചീറ്റിത്തെറിക്കാൻ തുടങ്ങി. അമീർ ജീവനും കൊണ്ട് അടുക്കള ഭാഗത്തു കൂടി പുറത്തേക്ക് കടക്കാൻ ഓടുമ്പോൾ അടുക്കള ഭാഗത്തെത്തിയപ്പോത്തിന് കുഴഞ്ഞ് വീണു. ആ ഒരു ഭാഗം മുഴുവനും രക്തം തടം കെട്ടിക്കിടക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അമീറാകട്ടെ ആ ഒരു സ്ഥലത്ത് വീണ് മരണപ്പെട്ടു. ഈ ഒരു സംഗതി ഉമ്മ അറിഞ്ഞു. ഉമ്മ നേരെ അയൽവാസിയിലേക്ക് ഓടുകയാണ്. എന്തിന്? ആളുകളെ കൂട്ടി വിവരം അവരോട് പറഞ്ഞു. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്ന ആളുകൾ വീട്ടിലേക്ക് കടന്നു വന്നപ്പോത്തിന് അമീർ എന്ന് പറയുന്ന ആ ഇളയ മകൻ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട്. താൻ ചെയ്തത് തെറ്റാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ഈ ജുനൈദ് എന്ന് പറയുന്ന ആ വ്യക്തി കുത്തിയ കത്തി ഉപയോഗിച്ചുകൊണ്ട് അവൻ നേരെ മഞ്ചേരിയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ ചെന്ന് കീഴടങ്ങുകയാണ്. ഈ ഒരു കൊലപാതകം നടത്തിയ ഉടനെ തന്നെ അവന് മനസ്സിലായിട്ടുണ്ട്, ജുനൈദിന് മനസ്സിലായിട്ടുണ്ട് തൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന്. ഒളിച്ചോടാനോ അല്ലെങ്കിൽ ഒളിവിൽ പോവാനോ ഒന്നും ശ്രമിച്ചില്ല. പിന്നെ എന്ത് ചെയ്തു? നേരെ മഞ്ചേരിയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഒരു സെക്യൂരിറ്റി ജീവനക്കാരനോട് വിഷയം പറഞ്ഞു അത്രേ. അനിയനെങ്ങനെ ഞാൻ കുത്തിയിട്ടുണ്ട്, ഞാൻ പോയി കീഴടങ്ങാൻ പോവുകയാണ് പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെ ആ മനുഷ്യൻ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നുപോയി. പോലീസുകാരോടെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. പോലീസ് വീട്ടിൽ വന്നു നോക്കിയപ്പോൾ അമീറുണ്ട് ജീവനറ്റുകൊണ്ട് അടുക്കളയിൽ കിടക്കുന്നു. വലിയ ജനമാണ് അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മളൊക്കെ കേട്ട ആ ഒരു സമയത്ത് തന്നെ വല്ലാത്ത നടുക്കാണ്. ഇവരെക്കുറിച്ച് പറയുമ്പോൾ അറിഞ്ഞിടത്തോളം ഇവർ തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. 2 വയസ്സിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഏട്ടനനിയനായിരിക്കും ഇവർ തമ്മിൽ നല്ലൊരു സൗഹൃദ ബന്ധമുണ്ട്. എല്ലായ്പ്പോഴും ഇവർ ഒരുമിച്ചാണ് ഉണ്ടാവുക എന്നാണ് നാട്ടുകാരിൽ നിന്നൊക്കെ അറിയാനായിട്ട് കഴിഞ്ഞത്. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്ന ജ്യേഷ്ഠനും അനിയനും എല്ലാം. എന്തിനേറെ പറയുന്നു, സ്വന്തം 2 ആളും. എന്തിനേറെ പറയുന്നു, 2 വ്യക്തികളും ഒരുമിച്ച് ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്നവർ. സൗഹൃദപരമായിട്ടുള്ള പെരുമാറ്റം. ഇത് പറയുന്നത് ആ നാട്ടിലുള്ള നാട്ടുകാരാണ്. അവരവരുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അവർക്ക് ഈ ഒരു വാർത്ത കേട്ടത് മുതൽ പല ആളുകൾക്കും ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല. ഇവരങ്ങനെ ചെയ്യേ, അതായത് ജുനൈദ് അമീറിനെ കൊല്ലേ എന്നാണ് പലരും ചിന്തിച്ചു പോകുന്നത്. കാരണം ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല ആളുകൾക്ക്. അത്രക്ക് ക്രൂരമായിട്ടുള്ള ഒരു സംഗതി. ഈ രൂപത്തിൽ സൗഹൃദപരമായിട്ടുള്ള കൂട്ടുകാരെ പോലെയുള്ള സഹോദരങ്ങൾ എങ്ങനെയാണ് ഇത് കേൾക്കുന്ന പല ആളുകൾക്കും ഉൾക്കൊള്ളാൻ കഴിയുക? ഇവരുടെ ഉപ്പ തമിഴ്നാട് ജോലിയാർത്ഥം അവിടെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിവരം അറിഞ്ഞിട്ട് ആ മനുഷ്യൻ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നറിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി, വീട്ടിൽ നിന്നൊരു കോള് വരികയാണ്. എന്താണ് അങ്ങേ തലക്കെന്ന് കേൾക്കുന്നത്? സ്വന്തം മകൻ, മൂത്ത മകൻ, ഇളയ മകനെ കുത്തിക്കൊന്നിട്ടുണ്ട് എന്ന്. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾവി മാത്രമുള്ള മനുഷ്യന്മാരായിരിക്കും അവരല്ലേ. ആ ഒരു സാഹചര്യത്തിലാണ് ആ ഉപ്പ ഈ ഒരു വാർത്ത കേൾക്കുന്നത്. എന്തായിരിക്കും ആ മനുഷ്യൻ്റെ അവസ്ഥ, ആ ഒരു സാഹചര്യം? ട്രെയിനിലാവുമല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ആ മനുഷ്യന് ഇരിക്കപ്പുറത്ത് കിട്ടുമോ? യാ അല്ലാ, ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്തേ കാരണം? ഒരു നിമിഷത്തെ ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല.
വാക്ക് തർക്കം പിറ്റേന്ന് തലേന്നുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞു ഇവർ തമ്മിൽ ഒക്കെ പറഞ്ഞ് ഉറപ്പിച്ച് കിടന്നുറങ്ങി. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജുനൈദ് എന്ന് പറയുന്ന മൂത്ത സഹോദരന് ചിലപ്പോൾ ജുനൈദിന് ഉറക്കം കിട്ടിയിട്ടുണ്ടാകില്ല, ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ. കടം കയറിയിട്ട് വീട് വരെ ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുകയാണ്. ചിലപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തുണ്ടാവില്ല, കോപം അരിച്ച് കയറിയിട്ടുണ്ടാകും. അതാണ് 4 മണിയാണ്, നിങ്ങൾ ആലോചിക്കണം, 4:30 ആ ഒരു സമയത്ത് ഉറങ്ങിക്കിടന്നിരുന്ന അനിയനെ വിളിച്ചുണർത്തി. എന്തിന്? ഈ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട്. ആ സംസാരിച്ച് ചിലപ്പോൾ ജുനൈദ് പറയുന്നതിൻ്റെ എതിരായിരിക്കും അമീർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകുക. അതാവും ജുനൈദിനെ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകുക. ഒരൊറ്റ സമയത്തെ കൺട്രോള് പോയതാണ്, ദേഷ്യം ഇരച്ച് കയറി. ആ സമയത്ത് എന്ത് ചെയ്യണമെന്നൊരു പിടുത്തില്ലാതെ ചെയ്തു. നാട്ടുകാർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഫസ്റ്റ് ഞാനാണ് ഇവിടെ എത്തേണ്ടത്. അതായത് ഇവരെ ഉമ്മ വന്ന് ജ്യേഷ്ഠൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞ് ജ്യേഷ്ഠൻ എനിക്ക് വിളിച്ച്, അങ്ങനെ ഞാൻ ഇവരെ മൂത്താപ്പാനും മൂത്താപ്പാനും കൊണ്ടുവന്നിട്ടാണ് ഫസ്റ്റ് നമ്മളാണ് കയറുന്നത് ഇതിനുള്ളിലേക്ക്. ഇപ്പൊ മൃതദേഹം കിടക്കുന്നത് കിച്ചണിൽ തന്നെയാണ്, അടുക്കളയിൽ തന്നെയാണ് കിടക്കുന്നത്. ഇല്ല കുത്തിയാളെ അപ്പോൾ നേരെ മഞ്ചേരിക്ക് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ മഞ്ചേരി പോയിക്കണമെന്നുള്ള ന്യൂസ് കിട്ടിയ നമ്മുടെ ഒരു സെക്യൂരിറ്റി ഉണ്ട് ബാങ്കിലുള്ള, അപ്പോൾ അവനോട് പറഞ്ഞ അനിയനെ കുത്തിയിട്ട് ഞാൻ പോവാണ്, ഞാൻ സ്റ്റേഷനിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് പോയതാണ്. ആ കൗത്തിന് മുകളിലുള്ള നമ്മൾ ചെന്ന് ചോര തളം കെട്ടിയിരിക്കുകയാണ്, തളം കെട്ടിയിരിക്കുകയാണ്. കാരണം മറ്റു സാമ്പത്തികമായുള്ള പ്രശ്നങ്ങളാണെന്നുള്ളതാണ് അറിഞ്ഞത്. ഇന്നലെ വൈകുന്നേരം അവർ രണ്ടാളും ഒരു വണ്ടിയിൽ തന്നെയാണ് വീട്ടിലേക്ക് വന്നിട്ടുള്ളതും വീട്ടിൽ പോയിട്ടുള്ളതും. കൂടുതലും അവർ എന്താണ് ജുനൈദ് ഇത് ചെയ്യാനുള്ള കാരണം അതറിയണമെങ്കിൽ നാട്ടുകാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയോ? അത് ജുനൈദിനോട് കൃത്യമായിട്ട് ചോദിച്ചാൽ അവൻ പറയും, അല്ലാതെ ഞങ്ങൾക്കറിയൂല എന്നുള്ളതാണ്. ഇനി പോലീസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് നടത്തും. അമീറിൻ്റെ മൃതദേഹം, അതായത് മയ്യത്ത്, ആ മയ്യത്ത് മഞ്ചേരിയിലുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റും. അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടാകും മയ്യത്ത് കബറടക്കുക. അള്ളാഹു ആ സഹോദരന് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് ജീവിക്കേണ്ടിയിരുന്ന ഒരു സഹോദരൻ, അള്ളാഹു അവൻ്റെ സമയം ഇത്രയാകും ചിലപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അള്ളാഹു മഗ്ഫിർ ലഹു വറഹംഹു. നിങ്ങൾക്ക് കഴിയാന്നുണ്ടെങ്കിൽ ഒരു ഫാത്തിഹ ആ ഒരു സഹോദരൻ്റെ പേരിൽ ഓതുക. കാരണം ഇനി അവന് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് അത് മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള മുസീബത്തുകളെ തൊട്ട് അള്ളാഹു നമ്മളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് പറയാൻ പറ്റൂല ഈ സംഗതി ഇനി നാളെ നമ്മുടെ വീടുകളിൽ അരങ്ങേറുമോ എന്നുള്ളത്. കാരണം ഇന്ന് ആ കുടുംബം അനുഭവിക്കുന്ന മാനസിക പ്രയാസം എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെയും അപ്പുറമാണ്. കാരണം 2 സഹോദരങ്ങൾ, ഏറ്റവും കൂടുതൽ സ്നേഹിച്ച 2 സഹോദരങ്ങൾ, ഉമ്മയും ഉപ്പയും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് അവിടെ നടന്നിട്ടുള്ളത്. നമ്മുടെയൊക്കെ കുടുംബത്തിലും ഇന്ന് അത് തന്നെയല്ലേ നടക്കുന്നത്. നമുക്ക് നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ചും മക്കളെക്കുറിച്ചൊക്കെയുള്ള ധാരണ ഇങ്ങനെ നമ്മുടെ മക്കൾ ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? സ്വപ്നത്തിൽ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ചിലതങ്ങനെയാണ്, ചിലത് സിറ്റുവേഷൻ, സാഹചര്യമാണ് ചില ആളുകളെ കൊണ്ട് ചിലത് ചെയ്യിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ അതിന് വിധേയരായി പോവുകയാണ്. സാഹചര്യങ്ങൾ നമ്മളല്ലെങ്കിൽ അങ്ങനെ ആക്കി തീർക്കും. ചിലപ്പോൾ ആ ജുനൈദ് ഉറങ്ങാൻ കെടുക്കുമ്പോൾ പോലും അവൻ്റെ അനിയനെ നാളെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാകില്ല. കൊല്ലണമെന്നാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒറ്റ കുത്തിന് തീർക്കൂല, ഒരുപാട് കുത്തും, അരിശം തീരുവോളം. ഇതങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലായത്. അള്ളാഹു ആ ഒരു സഹോദരന് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള മുസീബത്തുകൾ തൊട്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.